പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രഭാതത്തിൽ ഇന്നേ ദിനം സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഇത് ശ്രവിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ മുൻപിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. കർത്താവായ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഈ വചനം ശ്രവിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എഴുതി അയക്കുന്ന പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ചാനലിൻ്റെ താഴെ നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾ, അവയെല്ലാം ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ പ്രത്യേകം ഓരോന്നോരോന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളും നെടുവീർപ്പുകളും ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയാറുണ്ട്. ആ ഹൃദയത്തിൻ്റെ ഏങ്ങലടികളോടെയാണ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ജ്ഞാനം കിട്ടാനും വിവേകം കിട്ടാനും ഓർമ്മ കിട്ടാനും അവർ വലിയ നിലയിൽ എത്തുന്നത് കാണാനുള്ള ഭാഗ്യം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കപ്പെടുക, അവരിലൂടെ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തിൻ്റെ ആത്മാവ് അവരെയും അവരുടെ കുടുംബങ്ങളെയും ഏറ്റെടുക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ, ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ സാത്താൻ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നത് കാണുന്നുണ്ട്. സങ്കടങ്ങളും കുരുക്കുകളും ആദിവ്യാധികളും കോപങ്ങളും നിരാശകളും അകാരണ ഭയങ്ങളും തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ശരീരവേദനകളും നീരും നീർക്കെട്ടും ഉയരാൻ പറ്റാത്ത അവസ്ഥകളും ജോലി തടസ്സങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ വലിയ വിടുതലാണ് ഈ നിമിഷം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ വലിയൊരു പ്രത്യാശയും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും വന്ന് നിറയട്ടെ. അങ്ങനെ നിറയുന്നതായിട്ട് അച്ഛൻ കാണുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ കുടുംബത്തിൻ്റെ മുകളിൽ, ഹൃദയത്തിൻ്റെ മുകളിൽ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നതായിട്ടുള്ള വലിയ അഭിഷേകം, അനോയിൻറ്റിങ് എനിക്ക് ലഭിക്കുകയാണ്. മക്കളെ, അവിടെ ആ സ്വർഗത്തിൻ്റെ വാതിലേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടാൽ മതി. ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിൽ നിന്ന് ദൈവകൃപകളും വരങ്ങളും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ മേൽ വരും. വർഷങ്ങളുടെ പഴക്കമുള്ള കുരുക്കുകളാണെങ്കിൽ പോലും അവയെല്ലാം അടിവേരോടെ പിഴുതെടുക്കപ്പെട്ടു പോകും. ഈ വചനത്തിൽ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം നമുക്ക് ശ്രവിക്കാം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ബാറൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. വചനം പറയുക, പ്രവാചകൻ നിലവിളിക്കുക, സർവശക്തനായ ദൈവമേ, സർവശക്തനായ കർത്താവേ, ഇസ്രയേലിൻ്റെ ദൈവമേ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം നമ്മുടെ ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാ, അബ്രഹാമിൻ്റെ ദൈവമാ, ഇസഹാക്കിൻ്റെ ദൈവമാ, യാക്കോബിൻ്റെ ദൈവമാ. മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്ന, കരുത്ത് നൽകുന്ന, അഭിഷേകം നൽകുന്ന ദൈവമാണ്. അതാ പ്രവാചകൻ വിളിക്കുക, സർവശക്തനായ ദൈവമേ, ഇസ്രയേലിൻ്റെ കർത്താവേ. ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ
അങ്ങയോട് നിലവിളിക്കുക. നിങ്ങളുടെ നെടുവീർപ്പ്, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, മക്കളെ ഓർത്തുള്ള, കുടുംബത്തെ ഓർത്തുള്ള, തൊഴിൽ മേഖലകളെ ഓർത്തുള്ള, സ്ഥാപനങ്ങളെ ഓർത്തുള്ള നിങ്ങളുടെ ദുഃഖങ്ങൾ, ഇതാ നിങ്ങളുടെ തളർന്ന ഹൃദയവും ദൈവത്തോട് നിലവിളിക്കുന്നു. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന, കർത്താവിൻ്റെ കരുണ, ഫൗസ്തീന പുണ്യവതിയോട് ഈശോ നൽകിയ ആ ഡിവൈൻ മേഴ്സി, ദൈവത്തിൻ്റെ കരുണയുടെ അഭിഷേകം ഇനി വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അനുഭവിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുക. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ച മക്കളെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവ് ബലം തരട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ആകാശത്തിൻ്റെ ദൈവമേ, ഭൂമിയുടെ ദൈവമേ, മാലാഖമാരുടെ ദൈവമേ, മുഖ്യദൂതന്മാരുടെ ദൈവമേ, ഭാവമാരുടെ ദൈവമേ, ദീർഘദർശികളുടെ ദൈവമേ, സ്ത്രീകന്മാരുടെ ദൈവമേ, വേദസാക്ഷികളുടെ ദൈവമേ, വന്ദകന്മാരുടെ ദൈവമേ, കന്യകകളുടെ ദൈവമേ, മരണത്തിനു ശേഷം ആയുസ് കൊടുപ്പാനും അധ്വാനത്തിനു ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ, നീയല്ലാതെ വേറെ ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിൻ്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടെ സാഷ്ടാംഗം വീണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഇന്ന് അത്ഭുതകരമായ വിടുതലും രോഗശാന്തിയും അഭിഷേകവും അനുഗ്രഹങ്ങളും കൃപകളും, തടസ്സങ്ങൾ മാറി, ബന്ധനങ്ങൾ മാറി, ബുദ്ധിദാന അഭിഷേകം, പുതിയ കൃപകൾ, ജോലി തടസ്സം മാറി, ആരോഗ്യ പ്രശ്നങ്ങൾ മാറി, പുതിയ അഭിഷേകം, പുതിയ അനോയിന്റിങ് ഈ ദൈവജനത്തിൽ ലഭിക്കട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ കൃപകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന വലിയ അഭിഷേക ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ, 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ, വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് പ്രതിഷ്ഠ, നേർച്ചക്കഞ്ഞി, ഇതാണ് അച്ഛൻ ക്രമീകരിച്ചിരിക്കുന്നത്. ദൂരെ നിന്ന് വരുന്നവരെ തിരികെ ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും കൊണ്ടാക്കുന്ന ആ ഒരു ശുശ്രൂഷയും ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.